ഫാമാണ്. അതായത് നാടൻ പശുക്കള്, നാടൻ കോഴി, നാടൻ താറാവ്. പിന്നെ ഈ കുളങ്ങളിലൊക്കെ നാടൻ മത്സ്യങ്ങളും ഉണ്ട്. 9ഓളം കുളങ്ങളുണ്ട്. കുളത്തിന് ചുറ്റുമായിട്ട് മുളകളുണ്ട്. വർഷാവർഷങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ജൈവ കാർബൺ, ജൈവ പുതകൾ എല്ലാം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞാനും എൻ്റെ ജീവിത പങ്കാളി വിജിത്തും, ഞങ്ങൾ വിത്തെന്നാണ് വിളിക്കുന്നത്, വിത്തും കൂടെ ഒന്നിച്ച് ചേർന്നിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. ഒന്നിച്ചുള്ള ജീവിതം നമ്മൾ തുടങ്ങുന്നത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിലൂടെയാണ്. കല്യാണം നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഒത്തുചേരലായിരുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിച്ച അരി കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് കല്യാണം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്നിച്ച് വന്നിട്ടാണ് നെല്ല് ഉൽപ്പാദിപ്പിച്ചത്. പിന്നെ നമ്മുടെ പല കർഷക സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും ജൈവമായിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഫുള്ളായിട്ട് കളക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു രസമായിട്ടെല്ലാം ഉള്ള ഒരു ഒത്തുകൂടലായിരുന്നു അന്ന്. നമ്മുടെ കൃഷിയിടത്തിൽ പുറത്തുനിന്നുള്ള ഇൻപുട്സ് ഒന്നും വളങ്ങളായിട്ടൊന്നും വേണ്ട എന്നുള്ളതാണ്. ഈ ഇത്രയും കാടുള്ളതുകൊണ്ട് ഇതിൻ്റെ കരിയില മൊത്തം നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ബയോഗ്യാസ് പ്ലാന്റിലോട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചറായിട്ട് നമ്മുടെ കൃഷിയിടം മാറുന്നുണ്ട്. ജൈവ കാർബൺ കൂടുന്തോറും നമ്മുടെ ആഗോളതാപനം കുറയുകയാണ് ചെയ്യുന്നത്. യൂറിയയിൽ നിന്ന് പുറപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് ഒരു കണിക കാർബൺ ഡയോക്സൈഡിന്റെ 265 മടങ്ങ് ഇരട്ടിയാണ് ഗ്ലോബൽ വാർമിങ്ങിനെ കൂട്ടുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡിനേക്കാളും വില്ലനാണ് നമ്മൾ പ്രയോഗിക്കുന്ന യൂറിയയിൽ നിന്ന്, രാസവളമായിട്ടുള്ള യൂറിയയിൽ നിന്ന് പുറപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ്. പ്രകൃതി കൃഷി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗോളതാപനത്തിനും ഒരു ഉത്തരവാകാൻ, ആഗോളതാപനത്തെ ചെറുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ കൃഷി ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സാമൂഹ്യ നീതിക്കൊപ്പം തന്നെ പാരിസ്ഥിതിക നീതി കൈവരിക്കാൻ കഴിയുന്നത്. കൃഷി ആക്ച്വലി നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും ഈ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ, പിന്നെ വിത്ത് കമ്പനികൾ, ഹൈബ്രിഡ് വിത്തുകൾ എല്ലാം വാഴുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. പഴയ തനത് ഇനം വിത്തുകൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ ട്രഡീഷണലായി ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനങ്ങൾ, ഇപ്പോൾ പല കർഷകരും ചെയ്യാതെ പോകുന്ന ഇനങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ നാടൻ വിത്തുകൾ സംരക്ഷിക്കുക നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും കൂടാണ്. ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് നാളത്തേക്കുള്ള നമ്മുടെ ഒരു കരുതലാണ്, നാളത്തെ തലമുറയുടെ വളർച്ചയ്ക്കുള്ള കരുതലാണ്. ആ ഭക്ഷ്യസുരക്ഷ പ്രകൃതി കൃഷിയിൽ നിന്ന് തന്നെ നേടുക എന്നുള്ളത് നാളത്തെ തലമുറയെ ഈ നാട്ടിൽ സ്വസ്ഥതയോടെയും സുരക്ഷയോടെയും ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ്.